നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. മെക്സവൻ വേങ്ങര ഹെൽത്ത് ക്ലബ്ബ് AK മാൻഷൻ ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മെക്സവൻ വേങ്ങര ഹെൽത്ത് കെയർ AK മാൻഷൻ ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വേങ്ങര ഹെൽത്ത് ക്ലബ്ബിലെ മുതിർന്ന അംഗം ഡോക്ടർ യൂസഫ് അലി പതാക ഉയർത്തി. മജീദ് മാസ്റ്റർ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സുബൈർ മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യദിന ഗാനാലാപനം ശ്രീകുമാർ നിർവഹിച്ചു. സസ്യശ്യാമളം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനിം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനിം ഫുല്ലകുസുമിത ദ്രുമദള ശോഭിനിം സുഹാസിനിം സുമധുരഭാഷിണിം സുഗതം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. തുമേ വിദ്യ തുമേ ധർമ്മ തുമേ ഹൃദി തുമേ മർമ്മ ത്വം ഹി പ്രാണ ശരീരേ ബാഹുദയേ തുമേ മാ ശക്തി ഹൃദയേ തുമേ മാ ഭക്തി തോമാരി പ്രതിമാഗണി മന്ദിരേ മന്ദിരേ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उज्जल जलति तरंगा. तव शुभ नामे जान अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उज्जल जलति तरंगा. तब शुभ नामे जाहे तब शुभ आशीष मागे गाहे तव जय गादा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. ാണ് 78 വർഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രാജ്യം എന്ത് നേടി എന്ന് അന്വേഷിക്കേണ്ട ചികഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ, അത് അറിയണമെങ്കിൽ നമ്മുടെ അയൽപക്കത്തേക്കൊന്ന് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തൊട്ട് അയൽപക്കമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഭരണാധികാരിക്ക് അഭയം തേടി നമ്മുടെ രാജ്യത്തേക്ക് എത്തേണ്ട ഒരു അവസ്ഥ വന്നു. ഇന്ത്യക്കൊപ്പമോ ഇന്ത്യക്ക് ശേഷമോ ഇന്ത്യക്ക് മുമ്പോ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാർ വെള്ളിത്തളികയിൽ വെച്ച് നീട്ടിയതല്ല. കൃത്യമായി പറഞ്ഞാൽ 90 വർഷത്തെ സംഭവബഹുലമായ പോരാട്ടത്തിൻ്റെ ഫലമായി നമ്മൾ പിടിച്ചു വാങ്ങിയതാണ്. ഈ സന്ദർഭത്തിൽ അത്തരം പോരാട്ടങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ച
ധീരദേശാഭിമാനികളായ ഒട്ടനവധി ആളുകളുണ്ട്. ബ്രിട്ടീഷുകാരുടെ കഴിമരത്തിലേറിയ ഒട്ടനവധി ആളുകൾ. അവരുടെയൊക്കെ സേവനങ്ങളെ നന്ദിയോടെ നമുക്ക് സ്മരിക്കാം. ഇന്ത്യക്കാകമാനം ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും നമ്മുടെ ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മലബാറിലടക്കം ഇതിനുവേണ്ടി ജീവാർപ്പണം നടത്തിയ ഒട്ടേറെ ആളുകളുണ്ട്. ഞാനീ പറഞ്ഞ 90 വർഷം അതിനു മുമ്പും ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ വിനോദത്തിന് വേണ്ടി ചെലവഴിക്കാൻ പോകുന്ന മലപ്പുറം കോട്ടക്കുന്നിന്റെ മുകളിൽ ഒരു കാലഘട്ടം നമ്മളൊക്കെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാറക്കെട്ടുകളായിരുന്ന സ്ഥലമാണത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. 921 കലാപത്തിന് ശേഷം നമ്മുടെ പ്രിയങ്കരനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കരിവാരക്കുണ്ടിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ച് കോട്ടക്കുന്നിന്റെ മുകളിലേക്ക് ചങ്ങലയിൽ ബന്ധിച്ച് വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ 2 കൈകളും കോട്ടക്കുന്നിന്റെ മുകളിൽ നിർത്തി 2 കൈകളും പിറകോട്ട് വലിച്ചു കെട്ടി പിന്തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്താണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ പട്ടാളക്കാരനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല, എന്നെ നേർക്ക് നിർത്തണം, മുഖം തിരിഞ്ഞു നിർത്തണം. അതായത് എൻ്റെ നെഞ്ചിന് നേരെ വെടിയുണ്ട ചീറിപ്പാഞ്ഞു വരുന്നത് എനിക്ക് കൺകുളിർക്കെ കാണണമെന്ന് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞതിന് ശേഷമാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വെടിയുണ്ട ഏറ്റുവാങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ നമുക്കൊന്നും യാതൊരു പ്രയാസവും ഇതുമായി ബന്ധപ്പെട്ട് നേടേണ്ടി വന്നിട്ടില്ല. ഈ സന്ദർഭം നമുക്കറിയാം, ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് രാജ്യത്തിന് അകത്തും പുറത്തുനിന്നുള്ള ശത്രുക്കൾക്ക് കാവലിരിക്കേണ്ട ഒരു സന്ദർഭമാണിത്. തോമസ് ജെഫേഴ്സൺ, അമേരിക്കയുടെ 2ാമത്തെ പ്രസിഡന്റ്, പറയുന്നുണ്ട്, ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത് നിതാന്തമായ ജാഗ്രതയാണ്. ആ ജാഗ്രതയാണ് നമ്മുടെ രാജ്യം ഇന്നും നിലനിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ദേശഭക്തി ഗാനം ഇപ്പോൾ ഇവിടെ ആലപിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമുക്കറിയാം വർഗീയതയാണ്. അതിങ്ങനെ പത്തി വിടർത്തി ആടുകയാണ്. പശുവിന്റെ പേരിൽ വരെ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ബുൾഡോസർ രാജ് നമ്മുടെ രാജ്യത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 80ഓളം പേരാണ് പശുവിന്റെ പേരിൽ മാത്രം നമ്മുടെ രാജ്യത്തെ കൊല ചെയ്യപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. വിഭിന്ന മതങ്ങൾ, വിഭിന്ന ആശയങ്ങൾ, വിവിധ ആദർശങ്ങൾ, വിവിധ ഭാഷകൾ, ഇതെല്ലാമുള്ള 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ഇങ്ങനെ ഇന്നും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും വലിയൊരു വിജയമാണ്. അല്ലാമ സർ മുഹമ്മദ് ഇക്ബാലിന്റെ അദ്ദേഹത്തിന്റെ ദേശീയ ഗീതമായിട്ടുള്ള സാരേ ജഹാം സെ അച്ഛ നമുക്കൊക്കെ അറിയാം. അതിലൊരു വരികളാണ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നത്. മസ്ഹബ് നഹീ സിഖാതാ ആപസ് മേ ഖേൽ രഖ്നാ ഇന്ദി ഹം വതൻ ഹേ हिंदोस्ता हमारा सारे जहां से अच्छा हिंदोस्ता हमारा सारे जहां से अच्छा. ആ വരികളിൽ പറയുന്നത്, ഒരു മതവും പരസ്പരം വൈരം പഠിപ്പിക്കുന്നില്ല, ഞാൻ ഹിന്ദു ദേശക്കാരനാണ്, ഹിന്ദുസ്ഥാൻ എൻ്റെ രാജ്യമാണ് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മ, നമ്മുടെ MEX7 എന്ന് പറയുന്ന ഈ കൂട്ടായ്മ എന്നും മാനവ സൗഹൃദം പുലർത്തി എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, അടുത്തത് നമുക്ക് ദേശഭക്തി ഗാനമാണ്. അതിനു മുന്നേ ഒരു 15 ദിവസം മുന്നേ നമ്മുടെ വയനാടിലുണ്ടായ പ്രളയ ദുരന്തം, ആ ദുരന്തത്തിൽ ഒട്ടേറെ പേർ മരണപ്പറഞ്ഞു, ഒട്ടേറെ പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ്. അവർക്ക് വേണ്ടി 1 മിനിറ്റ് മൗനം ആചരിക്കുക. ഓക്കെ, നമ്മുടെ ദേശഭക്തി ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ശ്രീകുമാരേട്ടൻ ക്ഷണിക്കുന്നു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം
മാതരം വന്ദേ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനിം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനിം ഫുല്ലകുസുമിത ദ്രുമദളശോഭിനിം സുഹാസിനിം സുമധുരഭാഷിണിം സുഗതാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. സ്വാതന്ത്ര്യ ദിനാശംസകൾ. മെക്സവന്റെ തുടക്കക്കാരനായിരുന്നു. ഇടയ്ക്കൊന്ന് നിർത്തിവെക്കേണ്ടി വന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതിന്റെ ഫലമായിട്ട് ഒന്ന് തോളിൽ ചെറിയൊരു വേദന, മെഡിറ്റേഷന് പകരം മെഡിക്കേഷനായി പോകേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർക്ക് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ആ പ്രതിജ്ഞ ആരംഭിക്കുകയാണ്. എല്ലാവരും ഒന്ന് വലത്തെ കൈ എല്ലാവരും ഒന്ന് മുഷ്ടി ചുരുട്ടി ഒന്ന് നീട്ടിവെക്കാം. അങ്ങനെ പിടിക്കട്ടല്ലോ. ആരംഭിക്കുകയാണ്. എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ ഞാൻ കഠിന പ്രയത്നം നടത്തും. ഞാൻ സമചിത്തയോടെ പ്രവർത്തിക്കുകയും സമഗ്രമായ വിജയം നേടാൻ ശ്രമിക്കുകയും ചെയ്യും. സമൂഹത്തിലെയും ലോകത്തിലെയും നല്ല ഒരംഗമായി ഞാൻ മാറും. ജാതിയുടെയും മതത്തിന്റെയും പ്രാദേശികതയുടെയും വ്യത്യാസമില്ലാതെ ഞാൻ മറ്റുള്ളവരുടെ വിജയത്തിനായി എന്നോടൊപ്പം പോരാടും. രാഷ്ട്രത്തിനായി എന്താണ് എനിക്ക് നൽകാൻ സാധിക്കുക എന്നതായിരിക്കും ഞാൻ എവിടെയാണെങ്കിലും ചിന്തിക്കുക. യാതൊരു ചായവും കൂടാതെ ഞാൻ മനുഷ്യജീവൻ സംരക്ഷിക്കുകയും അതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. രാജ്യത്തിന്റെ ഒരു പൗരൻ എന്ന നിലയിൽ അതിന്റെ എല്ലാവിധ വിജയത്തിനായും പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യും. എന്റെ രാജ്യസ്നേഹം എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ദേശസ്നേഹത്തിന്റെ വിളക്ക് ഞാൻ എന്റെ ഹൃദയത്തിൽ തെളിക്കും. എന്റെ രാഷ്ട്രപതാക എന്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും പറന്നുകൊണ്ടിരിക്കും. രാജ്യത്തിന്റെ ഐക്യത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഞാൻ എന്നും പ്രവർത്തിക്കും. രാജ്യത്തിന് പ്രശസ്തി കൊണ്ടുവരാൻ ഞാൻ എന്നും പ്രതിജ്ഞാബദ്ധനാണ്. ജയ് ഹിന്ദ്. 2, 3. അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.